സോ ഈ വീഡിയോയിൽ ഒരു 2-3 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതായത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള പോലെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതെന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഒരു 2-3 വീഡിയോസ് വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ബ്രാൻഡ്, അതായത് നമ്മൾ ചെയ്തിരുന്ന ആ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കുറച്ച് ഇഷ്യൂസ്, ഇപ്പോൾ ലീഗലി കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് ഓൾറെഡി എനിക്കറിയായിരുന്നു ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്യുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ ആ ഒരു ഇഷ്യൂസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെൻ്റലി എന്താ പറയുക, എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇൻ ദ സെൻസ്, ഞാൻ ഈ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം UK ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ബ്രാൻഡ് നെയിം UK മാത്രമാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് ചെയ്യാനുള്ള എൻ്റെ എന്താ പറയുക ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് ആ ഒരു കൺസെപ്റ്റിൽ എത്തുന്നതും നാട്ടിൽ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഞാൻ ട്രേഡ് മാർക്കും കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ UK സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പകുതി വെച്ച് ഞാനിപ്പോൾ നാട്ടിലേക്ക് എല്ലാതും മൂവ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ, അതായത് ഈ ട്രേഡ് മാർക്കിൻ്റെ ഇഷ്യൂസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഒരു ടീം ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവരങ്ങനെ എന്താ പറയുക, ലീഗലി അവർക്കത് രജിസ്റ്റേർഡ് ആയിട്ടില്ല. പക്ഷേ സോഷ്യൽസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണെങ്കിൽ അങ്ങനെ ആക്റ്റീവും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കി എടുത്തില്ല. നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അതുപോലെയല്ല. അപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റീബ്രാൻഡ് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ കാണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡ് നെയിമും പിന്നെ അതുപോലെ തന്നെ എല്ലാതും ചുറ്റുപറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ആണെങ്കിലും എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പർ ആണെങ്കിലും എല്ലാതും, ഇപ്പോൾ ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലായിടത്തും ഈ ഒരു ബ്രാൻഡ് നെയിം ഞാൻ കൊണ്ട് നടന്നിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു രാത്രി എന്താ പറയുക, എല്ലാം പോയി എന്നുള്ളൊരു തോന്നൽ വന്നു. ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ എങ്കിലും വേറെ ഓപ്ഷനില്ല. കാരണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു മിസ്റ്റേക്കാണ്. ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ ചെയ്യാൻ ഓൾറെഡി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ അതിനെക്കുറിച്ച് നോക്കാഞ്ഞതും. പിന്നീടാണല്ലോ ആ ഒരു ഓപ്ഷൻ വന്നതും. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും അൽഹംദുലില്ലാ, എനിക്ക് കുഴപ്പം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ട്. പക്ഷേങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഗ്രേറ്റ്ഫുൾ. അൽഹംദുലില്ലാ, ഞാനത് ഒരുപാട് എന്താ പറയുക, എനിക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയാവില്ല. കാരണം അതിപ്പോൾ തന്നെ എനിക്കത് കണ്ട് പിടിക്കാനും പിന്നെ അതുപോലെ തന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു പടച്ചവൻ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക എൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആർക്കും എത്ര പറഞ്ഞാൽ മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ കാണുന്നത്, എൻ്റെ ആ ഒരു ബ്രാൻഡിനെ ഞാൻ കണ്ടിരുന്നതും പലരും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു പേര് മാറ്റാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് റിസൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വിഷമായി. എനിക്കും വിഷമമാണ്. പിന്നെ അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് പുതിയൊരു രീതിയിലേക്ക് എത്തിക്കണം. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഉംറക്ക് പോവും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ രണ്ടും കൂടി എനിക്ക് മിക്സായി. അതായത് ഈ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ നോക്കി കാണുമ്പോൾ, ഈ ബ്രാൻഡിനെ നോക്കി കാണുമ്പോൾ ഞാനതിൻ്റെ ആ ഒരു മിഡിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉംറക്ക് പോകാമെന്ന് പറയുന്നത് ഞാൻ കുറച്ചായി ട്രൈ ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് തൊട്ടിട്ട് വിചാരിക്കുന്നതാണ് ഉംറക്ക് പോകണം എന്നുള്ളത്.
പക്ഷേ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചവനെ എത്തിക്കണം, അല്ലാണ്ട് ഒരിക്കലും അതവിടെ എത്തൂല. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവിടെ എത്തോ ഇല്ലേ എന്നുള്ളതോ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, വിസ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഹോളിഡേയ്സും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഇത്രമാത്രം ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എത്താണ്ട് നമുക്ക് അവിടെ എത്തി അല്ലെങ്കിൽ ഉംറ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇതെൻ്റെ ഉള്ളത്. അപ്പോൾ ലൈഫിലിപ്പോൾ 2 സിറ്റുവേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ട്, അതായത് ഞാൻ ഈ ഹോളിഡേ ബുക്ക് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഇതിൻ്റെ വിസയ്ക്ക് ഞാൻ, അതായത് ഉംറയുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഉംറയ്ക്ക് വേണ്ടിയിട്ട്, ഉംറ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും എപ്പോഴും അങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് പടച്ചോൻ അത് നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ എത്തുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഞാനിതുപോലെ റമളാനിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പോകണമെന്ന്, പക്ഷേ നടന്നില്ല. വിസയുടെ കാര്യങ്ങളും എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ആയിട്ട് അത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ വിസയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ ടൈമിലൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവന് ഇങ്ങനെ എനിക്ക് എന്താ പറയുക, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരാൾ, അതായത് എനിക്കറിയുന്ന ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയില്ല, അത് എന്തോ പടച്ചവന് അവനെ എല്ലാ കാര്യങ്ങളും അവന് വിചാരിക്കുന്ന മനസ്സിലവന് എന്ത് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അത് ഹൈറാക്കി കൊടുക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എത്ര താങ്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയാവില്ല. അത്രയ്ക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾക്കും. പിന്നെ അതുപോലെ തന്നെ അവൻക്കറിയാം ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാതും അവൻക്കറിയാം. അപ്പോൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത വ്യാഴാഴ്ച, ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച 12-ാം തീയതി ശനിയാഴ്ചയാണ്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് 18-ാം തീയതി മദീനയിലെത്തും. അതാണ് പ്ലാനുള്ളത്. അപ്പോൾ ലൈഫിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഉംറ എന്ന് പറയുന്നതും ഞങ്ങൾക്ക് അത്രയും പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രാൻഡ് എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എപ്പോഴും ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ളത് പടച്ചോൻ ഈ ഒരു ബ്രാൻഡിനും എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ എൻ്റെ ലൈഫും എങ്ങനെ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പടച്ചോൻ്റെ ഇരിക്കുന്ന ഒരു സംഭവം. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ വിഷമമുണ്ടായിരുന്നു, അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഉംറ കഴിഞ്ഞ് വന്ന് അതിനുള്ള കുറച്ച് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ റീബ്രാൻഡ് ചെയ്ത് വേറെ സൊല്യൂഷൻ എന്ന് പറയാനൊന്നുമില്ല. റീബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ് ആകെയുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ അതിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവട്ടെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യണത് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും ദിവസങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. മീൻസ് ഞാൻ മെൻ്റലി ഫുള്ള് ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഹോളിഡേക്ക് കാര്യങ്ങളും ബുക്ക് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ ഫുള്ളി മൈൻഡ് മൊത്തം ഈ ഒരു ഇഷ്യൂവിലേക്കായി. ഇപ്പോൾ ബാക്ക് ടു എന്താ പറയുക, നോർമൽ ഉംറയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം. പിന്നെ അതുപോലെ ആകെ എന്താ പറയുക, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് എങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറാക്കട്ടെ പടച്ചവൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, ചാൻസ് ഉണ്ടാക്കലാണ്. നമ്മളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അതായത് ലൈഫിൽ എന്തായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടിൽ കൂടി പോകുന്ന ഒരാളാണെങ്കിലും ഒരു ഉംറ ചെയ്യണമെന്ന് അത് മനസ്സിൽ കരുതുക. അത് നിങ്ങളൊരു നെക്സ്റ്റ് ഇയർ ഗോൾ അല്ലെങ്കിൽ ദിസ് ഇയർ ഈ ഒരു ഇയറിൽ ഉണ്ടാവേണ്ട ഗോളായിരിക്കണം ഉംറ ചെയ്യാന്നുള്ളത്. അത് ചെയ്തിട്ട് ലൈഫിനെ ഒന്ന് റീസെറ്റ് ചെയ്യുക. എപ്പോഴും അതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് അത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉംറയ്ക്ക് പോവുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക, കാര്യങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ്. പടച്ചവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളുള്ളിൽ എന്താണെന്നുള്ളത് അവനക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും എടുക്കുക. ലൈഫ് സീരിയസ് ആക്കിയിട്ട് ഇങ്ങനൊരു ഉംറ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ബാക്കിയൊക്കെ പടച്ചവൻ നോക്കിക്കോളും.